ഹേ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മീഷോന്ന് 2 ക്രോപ്പ് ടോപ്പ് വാങ്ങിയായിരുന്നു. ഒരു കോംബോ ആയിരുന്നു, ഒരു ബ്ലാക്കും ഒരു വൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ വൈറ്റ് ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റൈലിംഗ് ആണ് കാണാൻ പോകുന്നത്. ഫസ്റ്റത്തെ സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കണക്കിന് തന്നെ ജീൻസും ക്രോപ്പ് ടോപ്പും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്തേക്കുന്നത് ഇത് സുഡിയോന്ന് വാങ്ങിയിട്ടുള്ള ഒരു മോം ഫിറ്റ് ജീൻസ് ആണ്. അതിൻ്റെ കൂടെയാണ് നമ്മുടെ ഈ ക്രോപ്പ് ടോപ്പ്, ഈ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ക്രോപ്പ് ടോപ്പ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഈ പാൻസും ഈ ക്രോപ്പ് ടോപ്പുമായിട്ടും സ്റ്റൈൽ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ദേശി വൈബ് തരുന്ന ഒരു സ്റ്റൈലിംഗ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്കേർട്ടും ഈ ക്രോപ്പ് ടോപ്പും പിന്നെ ഒരു സ്റ്റോളും. ഞാൻ ഈ സ്കേർട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു ചെക്ക് പാറ്റേൺ വരുന്ന സ്കേർട്ടാണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ ക്രോപ്പ് ടോപ്പും പിന്നെ ഈ സ്റ്റോളും കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ഞാൻ ട്രെൻഡ്സിലെന്ന് വാങ്ങിയതാണ്, കുറച്ച് വർഷം മുന്നേ വാങ്ങിയതാണ്. പക്ഷേ ഈ രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ആ ഒരു ദേശി ലുക്കിൻ്റെ കൂടെ ഈ സൺഗ്ലാസും കൂടെ പെയർ ചെയ്തപ്പോൾ ആ ലുക്ക് ഭയങ്കര മേലെ പോയി. എനിക്ക് ലുക്ക് കണ്ടപ്പോൾ ചില ഹിന്ദി ഫിലിംസിൽ നമ്മൾ ചില സോങ്സ് കാണാറില്ലേ, ആ MS ധോനി എന്നുള്ള ആ പടത്തിലോ ഒരു പാട്ടുണ്ട്, അതിലുള്ള ആ ദിശ പട്ടാനി വെയർ ചെയ്തേക്കുന്ന ആ ഒരു സിമിലർ കൈൻഡ് ഓഫ് ലുക്ക് എനിക്ക് തോന്നി. അതുപോലെ കുറേ ഹിന്ദി സിനിമാസിൽ നമ്മൾ ഈ ഒരു ലുക്ക് കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. ഈ സ്കേർട്ട് ലുക്ക് നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിന് പോകുമ്പോഴോ ഒരു ഡേറ്റിന് പോകുമ്പോഴോ ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ലുക്കാണ്. ഭയങ്കര അടിപൊളിയാണ്. ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ബാംഗിൾസ്, ഇയറിങ്, അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഞാനിവിടെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്സിഡൈസ്ഡ് സിൽവറിൻ്റെ ഒരു ലോങ് ഇയറിങ്ങും പിന്നെ ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ ബാംഗിൾസും പിന്നെ ഫിംഗർ റിങ്സുമായിട്ടാണ്. ഇപ്പോൾ സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റൈലിങ്ങിനേക്കാളും ഉപരി ഏത് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു ഇതും കൂടെയാണ്. ഇത് എൻ്റെ ഫ്രണ്ട് അമൃത എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ടോപ്പാണ്. അപ്പോൾ ഇത് നിറ്റഡ് ടോപ്പായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓട്ടയായിട്ടാണ്, പക്ഷെ നല്ല ഭംഗിയില്ലേ, നല്ല കളർ. അപ്പം അതിൻ്റെ ഇന്നറായിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ലുക്കായിരുന്നു. അപ്പം അങ്ങനെയും നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അടുത്തതായിട്ട് കാണിക്കാനുള്ളത് എൻ്റെ ഈ സ്റ്റൈലിംഗ്, ഈ ഒരു കുറേ ഒരു ലുക്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് സാരി ലുക്കാണ്. അതെ ഗൈസ്, ഞാനിത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഇൻഡിഗോ പ്രിൻറ്റ് സാരിയാണ്. ഭയങ്കര അടിപൊളിയാണ്, ഉടുക്കാനും ഭയങ്കര സുഖമാണ്. അതുപോലെ തന്നെ സ്റ്റൈൽ ചെയ്ത് കാണുമ്പോൾ എനിക്കറിയത്തില്ല, അത്ര കിടിലമാണ്. ഇത് ഞാൻ ഈ വൈറ്റ് ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ ആണ് പെയർ ചെയ്തത്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു ഇയറിങ്, ഒരു ജിംക്കയും ചെയിനൊന്നും ഇല്ലായിരുന്നു, പിന്നെ ബാംഗിൾസും ഫിംഗർ റിങ്സുമായിട്ടാണ് പെയർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു സൺഗ്ലാസ് കൂടെ വെച്ചപ്പോൾ എനിക്ക് ആ ലുക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സാരി ലുക്ക് നമുക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കാഷ്വൽ വെയർ ആയിട്ടോ ഒക്കെ തന്നെ അടിപൊളിയായിരിക്കും. ഈ ഒരു സാരി ലുക്കിലായിരുന്നാലും ഈ സ്കേർട്ടിൻ്റെ ലുക്കിലായിരുന്നാലും നമ്മൾ ആ ഒരു പൊട്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ ആ ഒരു ഓവറോൾ ലുക്ക് തന്നെ മാറിപ്പോയി. അടുത്ത ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു പാൻസ്, ഇങ്ങനെ ഒരു ബ്ലാക്ക് പാൻസിൻ്റെ കൂടെ
ഈ ക്രോപ്പ് ടോപ്പും പിന്നെ ഈ ഷർട്ടുമാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഇതെൻ്റെ പപ്പയുടെ ഷർട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പപ്പയുടെയോ ബോയ് ഫ്രണ്ട്സിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ സിബ്ലിങ്സിൻ്റെയോ ആരുടെ വേണോ സ്റ്റൈൽ ചെയ്യാം. നല്ലൊരു അടിപൊളി ലുക്കാണ്. ഇതേ ലുക്ക് തന്നെ നമുക്ക് നമ്മുടെ ഈ ഷർട്ട് ഓപ്പൺ ചെയ്തിട്ടും അതുപോലെ തന്നെ ഫസ്റ്റ് കുറച്ച് ബട്ടൺസ് ഓപ്പൺ ചെയ്തും ബാക്കിയുള്ളത് ക്ലോസ് ചെയ്തും നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ലുക്കിലും ഞാൻ ആ സെയിം സ്നീക്കേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ഈ ജീൻസും പിന്നെ ക്രോപ്പ് ടോപ്പും, നമ്മുടെ വൈറ്റ് ക്രോപ്പ് ടോപ്പ്, ഇതാണല്ലോ താരം, വൈറ്റ് ക്രോപ്പ് ടോപ്പും പിന്നെ ഈ ജാക്കറ്റുമായിട്ട് ആണ് നമ്മൾ സ്റ്റൈൽ ചെയ്തേക്കുന്നത്. ഒരു ഡെനിം ജാക്കറ്റാണ്. ഡെനിം ജാക്കറ്റ് എപ്പോഴും സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയാണ്. അപ്പം ഇത് മൂന്നുമായിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ എന്തുവാണ് ഒരു കുഞ്ഞ് ഇയറിങ്സും പിന്നെ സ്നീക്കേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കൂൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറച്ച് ലുക്സാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇതിലെ ഓരോ ലുക്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് ഏതാ ലുക്ക് ഇഷ്ടമായി എന്ന് വെച്ചാൽ അത് കമൻറ്റ് ബിലോ. ഇങ്ങനെയുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറൊരു വീഡിയോയിൽ വരുന്നവരെയും ബൈ.